എന്നാലും ആരാന്ന് അറിയണ്ട നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്. അത് നമ്മുടെ വീട്ടിൽ കയറുന്ന ആൾക്കാർ അതെങ്കിലും മെത്തോളവരെ കയറുമോ? താമസിക്കാൻ ഓള് താമസിക്കുന്ന ഇവിടെ തന്നെ പുള്ളിക്കാരായി തന്നെ ആണോ? അത് ശരി. അവിടെയൊക്കെ ഉള്ള പോലെ അതിന് വെളി കാണുന്നില്ല. പിന്നെ എങ്ങനെയാ ഇതിനെ വെളി കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പറമ്പിലൊക്കെ വരുന്നുണ്ട്. ചേച്ചി അവിടെ പറമ്പിൽ പോയിട്ട് വരുമ്പോ നോക്കും. അതെ പുറത്തിരിപ്പില്ലല്ലോ. പിള്ളേർക്കൊക്കെ സുഖം. രണ്ടുപേര് ഒരു പഠിക്കല്ലേ? പഠിക്കുമല്ല. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി. ആണോ? ജോലിയെല്ലാം തീർന്നല്ലോ. ജോലിയെല്ലാം തീർന്നു. ഇനി വിശ്രമം. സ്വാതന്ത്ര്യമായിട്ട് സുഖമായിട്ട് ഇല്ല, അടുത്ത കൊച്ചിനെ നോക്കാനുണ്ട്. പോയാ മതി. ഈശോ വിളിക്കുന്നോട്ടോ. കുഞ്ഞു കൊച്ചിനെ നോക്കണം. മനുവിന്റെ കൊച്ചിവിടെ ഉണ്ട്. മകന്റെ മോന്റെ കൊച്ചിവിടെയാ. വളർത്തണം. ആ ഒരു ജോലിക്ക് പോയി. അവര് ജോലിക്ക് പോയി. അവരും പോയി. അതൊരു ഭാരമുണ്ടോ? കാപ്പി കുടിച്ചാ? കാപ്പി കുടിച്ചോ? വലിയ വഴക്കമുണ്ടോ കൊച്ചിനെ കൊണ്ട്? ഇല്ല, വലിയ ശല്യമില്ല. എത്ര വയസ്സായിപ്പോ? വയസ്സായില്ല, 7 മാസേ ആയുള്ളൂ. അത്രേ ഉള്ളോ? എന്നാ ഇനി പാലം കിടക്കണേ ഉള്ളൂ. ഇതിനൊക്കെ പോവാ മോനെ. എന്തോ വീട്ടിൽ വല്ലതും വേറെ ഉണ്ടോ? അവര് കൊച്ചു പോയി. രാവിലെ 9 മണിയാകും വരും. 5 പോവും. അതെ. താഴെ ഒരു കൊച്ച് എണ്ണോലിക്കാരുടെ വീടിൻ്റെ അവിടെയുള്ള കൊച്ചു പോയിച്ച്. കൊച്ചിനെ നോക്കാൻ വരുന്ന. കൊച്ചിനെ നോക്കാൻ വരുന്നതാ. അമ്മ കുഞ്ഞാവെ കണ്ടില്ലല്ലേ? ഇല്ല. അമ്മയുടെ സുഖമായിരിക്കണം അവിടെ. പിന്നെ അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്മ സുഖമായിട്ട് പോയി. പപ്പായും പോയി. എല്ലാരും പോയി. പപ്പ പോയി. നേരത്തെ പോയി. ഞാൻ അത് ശരിക്കും ഓർക്കുന്നുണ്ട് എപ്പോഴും. ഓർക്കുന്നില്ല. ഇനിയിപ്പം ഞങ്ങളുടെ മക്കളൊക്കെ ഉള്ളോ? മക്കളെ ഉള്ളു. വലുതായില്ലേ? ആരുടെ? ബാബുവിന് പിള്ളേരില്ലല്ലോ. ബാബുവിന് പിള്ളേരില്ല. 2 പേരുണ്ട്. സാബുവിന് പിള്ളേരില്ല. ഇല്ലേ? ഇല്ല. അതായത് മാത്രം സാബു നല്ല ഇല്ലാത്തപ്പോൾ പിന്നെ ആക്കോ സാജുനും ബാബുവിനും പിള്ളേരുണ്ട്. 2 പേർക്കും. പിന്നെ ഒരു പെണ്ണുള്ളതിന് അവൾക്കും പിള്ളേരുണ്ട് 2 പേര്. അവള് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? അമ്മ പോയി, വീട്ടിലോട്ട് പോയി. അവളുടെ വീട്ടിലോട്ട്. അവർക്ക് സുഖമാണോ? അവൾക്ക് കുഴപ്പമില്ല. നന്നായിരിക്കണം. നന്നായിരിക്കുന്നു. ഇവിടെ വരുന്ന കുഞ്ഞാൻ സീത്തോണ വന്നില്ല ഇവിടെ. എന്നോട് പറഞ്ഞായിരുന്നു വന്നെന്നൊക്കെ പറഞ്ഞായിരുന്നേ. ഇവിടെ പോണം, പടിഞ്ഞാറക്കാലായി പോണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സമയം കിട്ടിയില്ല. എന്നും ഓരോ കല്യാണവും പരിപാടിയല്ലായിരുന്നു പ്രാവശ്യം. പരിപാടികളല്ലേ? ഇന്ന് കണ്ട കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് 2 എണ്ണം ഉണ്ട്. അതാ കൂടി പോയത്. അമ്മയും ചാച്ചനൊക്കെ ഉണ്ടോ? അമ്മയും ചാച്ചനും ഒക്കെ മരിച്ചുപോയി. എല്ലാവരും പോയി. ആരുമില്ല. ഭാരങ്ങളെല്ലാം തരും. ഇനി സ്വന്തം ഇനി ഞങ്ങളൊക്കെ പോയാൽ മതി അടുത്ത തലമുറയില്. ഇനി നിങ്ങളും പിള്ളേരും ഉള്ളു. അതെ അതെ. ഈ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതിയല്ലോ. അമ്മമാർ പോയതുകൊണ്ട്. അവർക്ക് മേലാരിയായിരുന്നോ? 2 പേരും മലയാളി. ചാച്ചൻ അങ്ങനെ വിലയൊന്നുമില്ല. പെട്ടെന്ന് വന്ന്. അവർക്കങ്ങനെ പ്രായമില്ലല്ലോ. ഉണ്ട്, പ്രായമുണ്ട്. ഇവിടുത്തെ അമ്മച്ചേരും കൊണ്ട് 2-3 വയസ്സ് മൂത്തായിരുന്നു. ആരാ? നമ്മുടെ ഇവിടെ കൊണ്ടുകായാലും അമ്മച്ചേരും മൂത്തതല്ലേ അവര്. ആണോ? ഇവിടെ ഇങ്ങനെ ഈ മുടി ഇങ്ങനെ ഇവിടെ ഇരിക്കുവല്ലേ? ഈ തവണ വെട്ടിയത് അങ്ങനെ ആയിപ്പോയെന്നേ. വെട്ടിയത് പ്രശ്നമായിപ്പോ കട്ടി കൂടുതലാ മുടിക്ക്. ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ കിടക്കണാന്ന്. അല്ല, അവിടെ മുടി കട്ടി കൂടുതലാ. ചെവി കേട്ടോട്ടെ ഓർത്തോണ്ടാണ് അവിടത്തെ മുടി മുറിച്ച് കളഞ്ഞത്. ചെവിയുടെ അങ്ങോട്ട് കിടന്ന് മുടി കിടക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് കട്ടി കുറവാണ്ട. ഒരു സൈഡ് കട്ടി കൂടുതലുണ്ട്. പക്ഷെ ഇതല്ല ഇങ്ങനെ വിടത്തിരിക്കണ ഭയങ്കര ഇഷ്ടം. കുറച്ച് കഴിയുന്നുണ്ട്. അമ്പടിയൊക്കെ ഇപ്പൊ ഞാൻ 4 പാടും. അത് എണ്ണ വെക്കാതെ ഷാമ്പൂ ഇടുവാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള എണ്ണ. അമ്മയ്ക്ക് എപ്പോഴും വെക്കണം, പൊത്തി വെക്കണം. ഞങ്ങള് കണ്ടില്ലേലുണ്ടല്ലോ, എടുത്ത് എണ്ണ ഇങ്ങനെ കൈക്കകത്ത് എടുത്തിട്ട് നിറകെ വെക്കുക. അമ്മ നല്ല സുഖമായിട്ട് കിടക്കുമല്ലേ. തിന്നോ കുടിക്കോ ചെയ്യാം? ഇല്ല, ഒന്നും കഴിക്കില്ല. പിന്നെ മരുന്നുണ്ടോ? മരുന്നുമില്ല, ഒന്നുമില്ല. ഇല്ല. എന്നാലും ഒന്നും കൂടാതെ എങ്ങനെയാ വെച്ച ഭക്ഷണം കൂടാതെ എങ്ങനെ നടക്കണം? അമ്മയുടെ അമ്മച്ചി മരിച്ചു പോയിട്ട് എത്ര വർഷമായി? 6 വർഷമായില്ലേ? നല്ല പ്രായത്തിൽ പോയി. അമ്മച്ചി പെട്ടെന്ന് പോയി. ഇപ്പൊ പപ്പായി പോയി. എല്ലാരും പോയി.
ഇനി ആരുമില്ല ഞാൻ ആദ്യത്തെ തലമുറയെല്ലാം പോയി. ഉം. ഇനി നമ്മുടെ മക്കളൊക്കെ ഉള്ളൂ. ഉള്ളു. എല്ലാവർക്കും പിള്ളേരുണ്ടോ അവിടെ? ആണുങ്ങൾ എത്ര പേരാ? ആണുങ്ങൾ 3 പേര്, ഒരാൾക്ക് പിള്ളേരില്ല. ഇല്ല. 2 പേർക്കുണ്ട്. 2 പേർക്കേ ഉള്ളൂ. അവന്റെ പേരെന്നാ? സാബു. അവന് മക്കളില്ലല്ലേ? ഞാൻ പോട്ടെ, പോവണേ. ആരാന്നറിയണ്ട നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്. അത് നമ്മുടെ വീട്ടിൽ കയറുന്നവർക്ക് അതെങ്കിലും ബന്ധമുള്ളവരെ കയറുമോ? ബന്ധമുള്ളവർക്ക് ഇങ്ങനെ കയറാൻ പറ്റുമോ? പറ്റത്തില്ല. കയറി വരുവോളൂ. ഇല്ലെന്നേ. അല്ലെ ഇതിന് മുമ്പ് കയറണുണ്ടോ? ഇതിനു മുമ്പ് കയറുമായിരുന്നു. പിന്നെ ഞാൻ വരുമ്പോ മുതൽ ഇവിടെ ഉള്ളതാ. നേരത്തെ പോലെ കയറി ഇറങ്ങിയോണ്ട് പിന്നെ അതുപോലെ കയറി ഇറങ്ങി. അമ്മ ചോദിച്ചേ പേരെന്നാ? ഓരോന്നും ചെയ്തോളൂ. അമ്മേ പേരെന്നാന്ന് ചോദിച്ചേ? പേരൊന്നും ചോദിക്കാൻ. എവിടുത്തെയാന്ന് ചോദിച്ചേ? അവരെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ. ഒന്ന് ചോദിച്ചേ എവിടുത്തെയാന്ന്. എന്നാലും ഒന്ന് ചോദിച്ച അമ്മയ്ക്ക് എന്നാ മനസ്സിലാവോന്ന് അറിയട്ടെ. എനിക്കെന്നാ മനസ്സിലാകാനുള്ളൂ. അന്ന് ചോദിച്ചേ. എത്ര വർഷമായില്ല ഞാൻ അവരെ കണ്ടിട്ട്. എന്നാ മനസ്സിലാക്കാൻ. എന്നാലും ഒന്നും കൂടെ ഒന്ന് ചോദിച്ചേ എവിടുത്തെയാന്ന് ചോദിച്ചേ. ചോദിക്കേ. ഏതാണെന്നൊന്നുമില്ല. ദൈവം കൂട്ടത്തിൽപ്പെട്ട അല്ല. കൂട്ടത്തിൽപ്പെട്ടതല്ലേ? കൂട്ടത്തിൽപ്പെട്ടതല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാന്നേ. പേരെന്നാന്ന് ചോദിച്ചേ? പേരെന്നാവാന്? പേര് ജോമോൻ. മനസ്സിലായില്ല. ജോമോൻ. ജോമോനോ? ആ ജോമോനെ അമ്മയ്ക്ക് അറിയാവോ? ജോമോനെന്തോ എനിക്കറിയത്തില്ല. അവനെ പോലെയുള്ള യോമാന്മാരൊക്കെ വീട്ടിലുണ്ടല്ലോ. എന്നും ഉണ്ടല്ലോ ജോമോനുണ്ടല്ലോ. എന്ന് ജോമോനുണ്ട്. പിന്നെ അമ്മയുടെ ആരെങ്കിലും ആണോ വീട്ടിലുള്ള ജോമോൻ? അമ്മയുടെ ആരെങ്കിലും ആണോ? അമ്മയുടെ ആരെങ്കിലും ആണോ? അതൊക്കെ ചേട്ടാളിയൊക്കെ ചേട്ടനിട്ട് വേണം മക്കളെ. അമ്മയ്ക്ക് സ്വന്തം മകനുണ്ടോ ജോമോൻ എന്ന് പറഞ്ഞത്? സ്വന്തമായിട്ടുള്ള ഒരു മകനുണ്ടോ ജോമോൻ? ഏത്? അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് എല്ലാ മക്കളും എല്ലാവരും ഉണ്ട്. അയ്യോ, എല്ലാവരും അമ്മയുടെ മക്കളാണോ? പിന്നെ എൻ്റെ ആദ്യത്തെ മുതൽ ആദ്യം ഉണ്ടായിക്കോട്ടെ പോലെ ഇപ്പോഴത്തെ പോലെ പിന്നെ എൻ്റെ അല്ലാതെ വേറെ മൊത്തം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അമ്മയുടെ മക്കളാണ്. അമ്മമാർ പ്രായം ചെന്നൊരു തള്ളയൊക്കെ അമ്മമാരൊക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ അവരും ഉണ്ടാവും. അപ്പൊ ഇത് വീട്ടുപേരേതാന്ന് ചോദിച്ചേ? വീട്ടുപേരൊക്കെ എന്നാലും പ്രത്യേകിച്ച് എന്നാലും അമ്മ അറിയുന്നതാണോന്ന് അറിയാമല്ലോ. എനിക്കങ്ങനെ തിരക്കേണ്ട കാര്യമൊന്നും. ജോമോന്റെ വീട്ടുപേരേതാന്ന് പറഞ്ഞ അമ്മയ്ക്ക് കേട്ടിട്ട് മനസ്സിലാവോ നോക്കട്ടെ. വീട്ടുപേരൊക്കെ പിന്നെ അറിഞ്ഞാൽ മതി. മനുഷ്യനെ കൊണ്ട് കുഴപ്പം കൂടായിരുന്നാ പോരെ. ഓ, അത് മതിയല്ലേ? ഈ മനുഷ്യൻ കുഴപ്പക്കാരനാ. കുഴപ്പക്കാരനാ. ഇവിടെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. കുഴപ്പക്കാരനാന്നേ. എന്നാ കുഴപ്പം? അതിനെ ഇവിടെ ഓടിച്ചു വിടണം. നമുക്ക് കുഴപ്പാ. ഇവിടെ നിർത്താൻ കൊള്ളത്തില്ല. നിർത്താനേ കൊള്ളത്തില്ലെന്ന്. ആര് പറഞ്ഞു? അതാ എനിക്കറിയാം. നീ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയാന്നേ. നീ അവന്റെ എന്റെ കെട്ടിയാനാന്നേ. ഇതിന്റെ കെട്ടിയോളാ ഞാൻ. ഇത് എന്നൊക്കെ അന്തോ ഇല്ല ബന്ധോ ഇല്ല പറഞ്ഞ ആരെന്നാ മനസ്സിലാക്കാൻ. അപ്പൊ എന്റെ കെട്ടിയോനല്ലേ ഇത്? ഇതെന്റെ കെട്ടിയോനല്ലേ? എനിക്കറിയാവൂ ഇതൊക്കെ. അമ്മയല്ലേ പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നേന്ന്? ആരംഭം മുതൽ അനുഭവിച്ചിട്ടൊണ്ടിരിക്കുന്നവർക്കല്ല അടുത്തോളം. എനിക്ക് നേരത്തെ പോലെയുള്ള കാര്യം എനിക്കറിയാം. എനിക്കറിയാന്നേ നേരത്തെ പോലുള്ള കാര്യം. എനിക്ക് അവന്റെ കാര്യമൊക്കെ അറിയാം. പിന്നെ അമ്മയുടെ മകനാണോ? അമ്മയുടെ മകൻ ജോമോനല്ലേ ഇത്? അതൊക്കെ എന്റെ ഏഴത്തെ മക്കളാ. എനിക്ക് 3-4 പേരുണ്ടായി. എന്നാ അമ്മയുടെ മകനും കൂടി അമ്മ വീട്ടിൽ പോക്കോ. അമ്മയുടെ വീട്ടിൽ അമ്മ പറഞ്ഞില്ല ഇന്ന് വീട്ടിൽ പോണെന്ന്. അതെന്തിനാണ്? അമ്മ പറഞ്ഞില്ല ഇവിടെ നിക്കുന്നില്ല, വീട്ടിൽ പോവാന്ന്. എന്റെ വീട്ടിൽ എനിക്ക് പോണെന്ന്. ആര്? അമ്മ ഏലിക്കുട്ടി. വീട്ടിലോട്ട് പോവും. അപ്പൊ ഇതിനെ കൂട്ടിക്കൊണ്ട് പോക്കോ. അത് കൂട്ടിക്കൊണ്ട് പോകാൻ അവന് പോകേണ്ടടുത്ത് പോകാനും അല്ല, അമ്മയ്ക്ക് ആരെങ്കിലും സഹായം വേണ്ടേ ഒന്ന് കൊണ്ടേ ആക്കാനൊക്കെ? സഹായം വേണ്ടേ അമ്മയ്ക്ക്? ഒരാളുടെ സഹായം വേണ്ടേ? ഇതിനെ കൊണ്ട് പൊക്കോളാനാ ഞാൻ പറഞ്ഞത്. അവിടെയൊക്കെ ആളുണ്ട്. ഉണ്ടോ? ഈ ഒന്ന് വയലന്റാ. അവിടെ പിള്ളേരുണ്ടോ? പിന്നെ വേറെ ഇതുപോലെയുള്ള പുറത്തോട്ട് പോയിട്ട് അവര് അവിടെ വരും. അങ്ങനെ ഓരോ കാര്യം ചെയ്യും. അല്ലാതെ അന്തോ ബന്ധവും ഇല്ലാതെയല്ല.
അല്ലാതെ അവനെ ഒരാളെ തെറ്റായിട്ട് എടുത്ത് നിർത്തിക്കൊണ്ട് അല്ല ചെയ്യുന്നത്. ഇതൊക്കെ അവരവർക്ക് വേണ്ടപ്പെട്ടവരാ. അവരെയൊക്കെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ബഹുമാനിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റാന്ന് കൊടുക്കണം. അതൊക്കെയാ. ഒത്തിരി ദിവസം കൂടി ഇന്ത്യയാണ് ഇവിടെ ഒന്ന് വന്നത്. ആണോ? അതുവരെ എവിടെയായിരുന്നു? അതുവരെ എവിടെയായിരുന്നു? എൻ്റെ വീട്ടിൽ. അമ്മയുടെ വീട് എവിടെയാ? എൻ്റെ വീട് എവിടെയെങ്കിലും ആകട്ടെ. എന്നാലും അറിയണ്ടേ, ഞങ്ങളൊന്നും അറിയണ്ടേ, ഇവിടെ വന്ന് നിക്കുന്നതല്ലേ. നിങ്ങൾ പറഞ്ഞ അറിഞ്ഞോട്ടുണ്ടാ കാര്യം. ഇവിടെയല്ലേ നിക്കുന്നത്, ഞങ്ങളുടെ കൂടെ അല്ലേ നിക്കുന്നത്. അപ്പൊ അമ്മയുടെ വീട് എവിടെയാന്നൊക്കെ ഞങ്ങളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടേയാക്കണ്ടേ. എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാലേ അല്ലെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണ്ടോന്ന് കൊണ്ടേയാക്കണ്ടേ. അവരെ കൊണ്ട് അവരുടെ വീട്ടിൽ വിറ്റിട്ടല്ല ഞാൻ താമസിക്കും. എവരുടെ? ഞങ്ങളവിടെ എൻ്റെ വീട്ടിൽ. അമ്മയുടെ വീടിന്റെ മുറ്റത്താണോ താമസിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിറ്റം പോലെയാ താമസിക്കണം. ആണോ? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അവർ പുറത്ത് രാത്രി പകല് പണിക്ക് പോകും. കടവഴിയൊക്കെ അതിനൊക്കെ പോണം. വെച്ചും വരും. ശരിയാ. ഈ സമയം പോയി. ഞാൻ കാലിത്തീറ്റ എടുത്തില്ല. അവരോട് അവരെ നീ അറിയല്ലേ? പിന്നെ ഞാനറിയും. അമ്മയല്ലേ അറിയലാത്തത്? ഞാനറിയും. എന്നാ ആരാ അത് പറ. അവന്റെ കുഞ്ഞിലെ പോലെ ഞാൻ അറിയണ. കുഞ്ഞിലെ പോലെ അറിയുന്നതല്ലേ? ഞാൻ വളർത്തണ. അമ്മ വളർത്തുന്നതാ. ഞാൻ അറിയാലേ. അമ്മയ്ക്കുണ്ടായതല്ലേ അല്ലേ? അമ്മയ്ക്കുണ്ടായതല്ലേ? അമ്മയ്ക്കുണ്ടായതല്ലേ? പിന്നെ അമ്മ അറിയാതിരിക്കും അല്ലേ? അമ്മ എനിക്ക് എന്റേതല്ലൊന്നല്ല, ചേച്ചിയുടെ അല്ലേ? ഏത് ചേച്ചിയുടെ? അന്നമ്മയുടെ. അന്നമ്മയുടെ ഒന്നുമല്ല. അല്ലേ? ഞാൻ എലിക്കുട്ടിയുടെയാ. എലിക്കുട്ടിയുടെയാന്ന്? അല്ല, ഞാൻ ചേച്ചിക്ക് പിന്നെ അല്ലേ ഉണ്ടായത്? ചേച്ചിക്ക് എന്റെ ഇളയതാ ഉള്ളത്. എന്റേതിലും ഇളയതാ ചേച്ചിക്ക് ഉണ്ടായ. ഞാനിതൊന്നും ഓർക്കണില്ല. ഞാൻ എലിക്കുട്ടിയുടെയാ. എലിക്കുട്ടിയുടെയാന്ന്? എത്ര വർഷമായി. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഓർക്കാൻ അന്നൊക്കെ എന്നെ ഓർക്കാമെന്നുള്ള പ്രായമായില്ലല്ലോ. ഭയങ്കര ആവിയാണ്. ഭയങ്കര ചൂടാ. എലിക്കുട്ടിയുടെ ഏറ്റവും ഇളയതാണോ? രാത്രി നമുക്ക് കിടക്കാം. എങ്ങനെ കിടക്കും? തണുപ്പുണ്ട്. ചൂടെന്ന് പറഞ്ഞ എലിക്കുട്ടിയുടെ ഇളയ മകനാ ഞാൻ. എലിക്കുട്ടിയുടെ ഇളയ മകനാന്നേ ഞാൻ. നീ? എലിക്കുട്ടിയുടെ ഇളയ മകനാ, വയറ് കഴുകിപ്പിള്ള. നീ അല്ലേ? കുറച്ച് കഴിയുമ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവുന്നേന്ന് തോന്നുന്നു, സംസാരിച്ചു കഴിയുമ്പോ. അതുവരെ അമ്മയ്ക്ക് അറിയത്തില്ല അല്ലേ അമ്മേ? ഇപ്പൊ അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? അത് എനിക്ക് ആളുടെയൊക്കെ അറിയാം. പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരുന്നില്ല. അവന് കുഞ്ഞിലെ പോലെ അറിയാത്തില്ല. അമ്മയുടെ ഓർമ്മ മുഴുവനും അന്നമ്മയുടെ മക്കളാ അല്ലേ? ഓർമ്മ മുഴുവൻ അന്നമ്മയുടെ മക്കളാ. അതെ. അവരാണ് ഇപ്പം മെയിനായിട്ട് ഓർത്തിരിക്കുന്നത്. അവരെല്ലാം അമ്മ ചേച്ചി എന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ? ഇവരൊക്കെ അന്നൊക്കെ കുഞ്ഞു കൊച്ചുങ്ങളായി ഇന്നിപ്പം ഇവരെയൊക്കെ ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഞാൻ. അതാണ് അമ്മ അത്ര ഓർത്തിരിക്കുന്നത്. എല്ലാം തൊടിയിക്കാതെ. എത്ര പേരെ വളർത്തിയിട്ടുണ്ട്? എന്റെ വീട്ടിലുണ്ടാകുന്ന മക്കളെയൊക്കെ തന്നെ. പിന്നെ എലിസയുടെ മാത്രം 2 പേരെ പിള്ളേരെ ഉണ്ടായിരുന്നു. അവരെ അങ്ങനെ വളർത്തേണ്ടി വന്നില്ല. ഏറ്റവും കൂടുതൽ വളർത്തിയിരിക്കുന്നേ ആരെ? എൽസിയുടെ 2 മക്കളെ അമ്മ ഏറ്റവും കൂടുതൽ വളർത്തിയേക്കണേ. അവിടെ വെച്ച് ഇവിടെ ഈ വീട്ടിൽ വെച്ച് വളർത്തിയേക്കണത്. 2 ആൺപിള്ളേരില്ലേ അവർക്ക്? എൽസി ചേച്ചിക്കേ, എൽസി മോൾക്ക് 2 ആൺപിള്ളേരില്ലേ? അവരെയാണ് അമ്മ ഏറ്റവും കൂടുതൽ നോക്കിയേക്കണേ. കേട്ടാ? അവർക്ക് 2 ആൺപിള്ളേരോ? 2 ആൺപിള്ളേരാ. പെൺപിള്ളേരൊന്നും ഇല്ല. പെൺപിള്ളേർ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട് മരുമകളായിട്ട്. മരുമകളായിട്ടേ ഒരാൾ വന്നിട്ടുണ്ട്. എൽസിക്ക്. ഇല്ലെന്നേ, മരുമകളെ ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ലെന്നേ, ഉണ്ണിയുടെ പ്രവീണിന്റെ ഭാര്യയെ മരിയ എൽസിയുടെ മരുമകളല്ലേ? എൽസിയുടെ അവരല്ലേ ഇവിടെ കൂടുതൽ നിന്നിരിക്കുന്നേ. അപ്പു ഉണ്ണിയാണ് ഇവിടെ കൂടുതൽ നിന്നിരിക്കുന്നത്. അതാണ്ട് ബന്ധത്തിൽപ്പെട്ടവരാണ്ടല്ലേ അവളെ കെട്ടിയിരിക്കുന്നത്. ആര്? എൽസിനെ. അല്ലല്ല,
ആ ബന്ധത്തിൽപ്പെട്ടതൊന്നുമല്ല. അല്ലേ? അത് നമ്മൾ ആലോചിച്ച് കെട്ടിച്ചതല്ലേ? ഏ ആലോചിച്ച് കെട്ടിച്ചതാ. ആലോചിച്ചോ? ആ, ബന്ധത്തിൽ കെട്ടിച്ചതൊന്നുമല്ല. അവള് പണ്ടൊക്കെയല്ലേ ബന്ധം, ഇപ്പം ആരാ ബന്ധത്തിൽ കെട്ടിക്കുന്നേ? ഏ പണ്ടൊക്കെയല്ലേ ഈ ബന്ധത്തിൽ കൊണ്ടാ കെട്ടിക്കുന്നേ? ആ ഇപ്പം ആരാ ബന്ധത്തിൽ കെട്ടിക്കുന്നേ? വേറെ ബന്ധത്തിലൊന്നും ഇപ്പം ആരും കെട്ടിക്കുകയല്ല. നീ ഇപ്പം എല്ലാവരും ആലോചിച്ച് കെട്ടിക്കുക. ബന്ധത്തിൽ കെട്ടിക്കുക അല്ല പിള്ളേർ കണ്ടുപിടിച്ചോണ്ട് വരും. ഒരിക്കലും പറ്റിയല്ല. ആ, എൽസീനെ ആലോചിച്ച് കെട്ടിച്ചതാ. ആദ്യം മുതൽ പറ്റിയല്ല. ആ, അവസരമാണ്. ഭയങ്കര ആവിയാണ് കേട്ടോ. ആ, ഇന്ന് മഴ പെയ്യുമായിരിക്കും. മഴയും പേടിയില്ല, ചൂടുണ്ട് വന്നാൽ പറയാം. ഇത് എങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നോട്ട് എങ്ങനെ അകച്ചു പോകും? എന്തെല്ലാം കാര്യം നടക്കാം. ഓ, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇവിടെ ഒരു കുള ഉം. ഇങ്ങനെ തൊട്ടിലെ ബോധം മുഴുവൻ തീർത്തു കേട്ടോ. ബോധം മുഴുവൻ തീർന്നില്ല, കുറച്ചും കൂടെ ഉണ്ട്. വെട്ടി 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 അരിഞ്ഞ് 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 എല്ലാം തീർന്നു. കുറച്ചും കൂടെ ഉണ്ട്. ഇനി അതിൻ്റെ പരിപാടി തീർന്നു. ഇനി കന്നുകാലിക്ക് എന്നാ കൊടുക്കും? അതാണ് കുഴപ്പം, തീറ്റയൊന്നുമില്ല. വേറെ ഇല്ലല്ലോ. ഉം. മരങ്ങളെല്ലാം എല്ലാം പഴുക്കുക. അതിൻ്റെ ഇല എന്നിട്ടെല്ലാം പൊഴിഞ്ഞ് പോയിട്ട് ഉണങ്ങാൻ പോകാൻ തോന്നും. എന്നിട്ട് കണ്ടോ ആ, അത് വേനലായിട്ട് ഇലയ്ക്കൊരു മാറ്റം. റബ്ബറിൻ്റെ ഇലയല്ലേ, റബ്ബറെല്ലാം തളക്കുക. അതെന്നാ മര? റബ്ബർ 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 റബ്ബറേ പേപ്പറോ? റബ്ബർ റബ്ബർ. റബ്ബറാണ്. ആ, അതിനല്ലേ അതൊക്കെ ഗുണമില്ല, എല്ലാം ടോക്കായി. അതിപ്പോൾ വില ഒഴിയുന്ന സമയമല്ലേ? ഈ ഇലയെല്ലാം പോയിട്ട് ഇത് കുഞ്ഞു കുഞ്ഞ് ഇലയാ. ആ, അത് ഇലയെല്ലാം പോകും, ഇല കൊഴിഞ്ഞ് വരുന്ന സമയമല്ലേ? വളക്കുറവുകൊണ്ടൊക്കെ ആയിരിക്കും. കുറവിൻ്റെ ഒന്നുമല്ല, വില കൊഴിയുന്ന സമയമാണ്. റബ്ബറിനും ഉണ്ട് ഓരോ കാലാവസ്ഥ. കാലാവസ്ഥ നല്ലതാണെങ്കിലേ ഉള്ളൂ രക്ഷപ്പെടുള്ളൂ. അല്ല ഒന്നും കിട്ടിയല്ല. ഇവിടെ ഒരു കപ്പില ഒരു തെങ്ങ് കിടന്ന് നിൽക്കണം, അവിടെ ഒരെണ്ണം കുളത്തിലൊരെണ്ണം കിടന്ന് നിൽക്കണം. എല്ലാം വെട്ടി കണ്ടിച്ച് കളയാൻ മാറ്റി തീ കത്തില്ല. അവരങ്ങാണ്ട് കൊച്ചു നോക്കണില്ല. എവിടെ കൊച്ചു നോക്കി? അവിടെ ഒരു കൊച്ചുമില്ല, അവിടെയും ഒരു കൊച്ചുമില്ല. ആ നിൽക്കുന്നത് എവിടെ? നീ അങ്ങ് നോക്ക പെരയുടെ നേരെ. അത് നമുക്ക് തോന്നണ അവിടെ കൊച്ചൊന്നുമില്ല. അത് വെളുത്ത് കാണും. അത് കൊച്ചൊന്നുമില്ല, ബോർഡിരിക്കുന്ന കൊച്ചൊന്നുമില്ല. കൊച്ചല്ലേ, മനുഷ്യനല്ലേ? തോന്നിപ്പോയതാ. ഇത് മനുഷ്യനൊന്നുമല്ല, അമ്മയ്ക്ക് തോന്നിയതാ. അതൊരുപാട് പ്രായമുള്ളതാ. അമ്മയ്ക്ക് തോന്നണ അമ്മ, അത് മനുഷ്യനൊന്നുമല്ല. മനുഷ്യനൊന്നും അല്ല, അത് മനുഷ്യനൊന്നുമല്ല, അത് ആ ബോർഡിൻ്റെ ഇത് അമ്മയ്ക്ക് തോന്നണ. കിടപ്പാണോ മോനെ? ഇതെന്നാ പറ്റിയേ? ഇങ്ങനെ നടക്കാൻ ക്ഷീണിച്ച് അയ്യോ. ഇങ്ങോട്ട് വന്നില്ലെന്തോ. ആരാ? അമ്മ വന്നായിരുന്നു. ഏതമ്മ? എൻ്റെ അമ്മ. അമ്മയുടെ അമ്മയൊന്നും ഇവിടെ ഇല്ല. അമ്മയൊന്നും ഇവിടെ ഇല്ലെന്നേ. ഇവിടെ വന്നല്ലേ? ഇവിടെ ഒന്നും വന്നില്ല. അമ്മ ഇവിടെ ഉണ്ടല്ലോ കിടക്കണം. എവിടെ? ഈ വീട്ടിലാന്നേ വൈകിട്ട് കിടക്കണം. ഈ വീട്ടിൽ എലിക്കുട്ടിയമ്മ മാത്രമേ കിടപ്പുള്ളൂ. ഇടയ്ക്ക് വരുകയും പോവുകയും ചെയ്യും. അത് എലിക്കുട്ടിയമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. വീട്ടിലോട്ട് അത് എലിക്കുട്ടിയമ്മയുടെ സ്വപ്നങ്ങളിലാണ് വരുന്നത്. കന്നാലിനൊക്കെ ഇനി എങ്ങനെയായിരിക്കും? കന്നാലിനെ അവിടെ കെട്ടിയിട്ടുണ്ടല്ലോ. അതിനെ കഴിച്ചുകൊണ്ട് കെട്ടണ്ടേ? അതിനെ കെട്ടിയിട്ടുണ്ടല്ലോ. കെട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ തൊഴുത്തിൽ. കൂട്ടി കെട്ടിയോ? പിന്നെ തൊഴുത്തിൽ കെട്ടി കാണും. സമയം ഇത്ര ആയില്ലേ? ഞാൻ കണ്ടില്ല. ആ, അതുമ്പേ പോയി നോക്കിയായിരുന്നല്ലോ, അതിൽ ഇറങ്ങി നടന്ന് നോക്കിയായിരുന്നല്ലോ. ഇത് കണ്ടില്ലേ?
ഇത് കിട്ടുന്നു. അതേ തുണി കിടപ്പുണ്ടല്ലോ, ഉം. അതിൻ്റെ ആരുടെ അതെല്ലാം തുറക്കണമല്ലോ. ആ അത് പിന്നെ പറക്കിയോളാം. അത് ആരുടെ ആയിരിക്കും? അത് ഇവിടുത്തെ തുണിയാ, ഇവിടുത്തെ തുണിയാന്നേ. അത് എവിടെയുള്ള ആരുടെയാണല്ലോ. ഇവിടെ ഇപ്പോൾ ഇന്നവരെയൊന്നുണ്ടോ? എല്ലാവരും വല്ലവരും ഇവിടെ നമുക്ക് കൊടുക്കേണ്ട കാര്യം. ഈ തുണിയൊക്കെ ആരുടെയാണ്? ഈ ആരെയാ കിടക്കണേ? ഇപ്പം അലക്കി ഇട്ടതേ ഉള്ളെന്ന്. ഇപ്പം അലക്കി ഇട്ടതേ ഉള്ളെന്ന്, എടുക്കാറായിട്ടില്ല. അത് ഓർക്കാം. ആ ഇപ്പം അലക്കി ഇട്ടതേ ഉള്ളൂ, എടുക്കാറായിട്ടില്ല. അത്രയേ ഉള്ളൂ. ആ അത് മഴ പെയ്ത നനയും. മഴയൊന്നും പെയ്യല. അവിടെ താമസിക്കുന്നവരുടെ കപ്പയാണ് ഉം. അവരിട്ടേക്കുന്നത്. ഉം. പശുവിനെ കൊണ്ട് ആരാ കെട്ടിയത്? വിവാനായിരിക്കും. വിവാനായിരിക്കുമെന്നേ. വിവാനം കെട്ടി അഴിക്കില്ല. ആര് പറഞ്ഞു? തുണിയല്ല പിന്നെ അവനെ തോത്തോലിച്ച് നടക്കണമല്ലേ. മാത്രമേ പറ്റുള്ളൂ. അവനാ പശുവിനെ തോത്തോലിച്ച് നടക്കണേ. പിന്നെ എവിടെയാ തുണിയെല്ലാം കിടക്കണ ആൾക്കായിരിക്കും? അത് ഇവിടുത്തെയാ, നമ്മുടെ തുണിയാന്നേ. ആണോ? എങ്കിൽ അതെല്ലാം കിടക്കണ്ടേ? അത് ഉണങ്ങിയില്ല, ഇപ്പം അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഉണങ്ങിയോ? ഇല്ല, പലക്കിട്ടത്. ശരിയായി. പലക്കി ഇട്ടതേ ഉള്ളൂ. നീ മഴ ചാറിപ്പോയാലോ? അതന്നേരം എടുത്താൽ മതി. അന്നേരം നമ്മൾ വൈകിട്ട് എടുക്കാൻ പോകണ്ടേ? ആ വൈകിട്ട് നനഞ്ഞാലും സാരമില്ല, നല്ല വെയിലല്ലേ പകല്. ഒത്തിരി തുണിയുണ്ട് കേട്ടോ. ഒത്തിരിയൊന്നുമില്ല, ചാലേ ഉള്ളൂ. ആയിട്ടും ഉണ്ടായിട്ടും ഉം. തവളായിട്ടും ഒക്കെ ഉണ്ട്. എല്ലാം വെള്ളത്തുണിയാണ്. ഇപ്പം ചക്കയൊന്നും ഇല്ലേ? ആ ഈയാണ്ടി അതെ ചക്ക കുറവാ. ഇല്ലെന്ന് അതേ കുറവാന്നേ, ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല പ്രായമായില്ലേ? പ്രായമുണ്ട്. അതേ തുണിയൊക്കെ ആയിരിക്കും. അതെല്ലാം വെറുതെ ഇല്ലേ? അതൊക്കെ എടുക്കണം, ഉണങ്ങട്ടെ. ആരുടെ അത്? നമ്മുടെ ആന്നേ, ഇവിടുത്തെ ആന്നേ. ഇവിടുത്തെ ആന്നേ. എന്റെയാ? ആ ആണോ? അവിടെ അലക്കി ഇട്ടേക്കണോ? ആ അലക്കി ഇട്ടതാ ഇപ്പം. ഇപ്പം ഇട്ടോ? ആ എന്നാലും ഇപ്പം പറിക്കൊണ്ട് വന്നാലും ഇപ്പം പറക്കാണ്ട് ഉണങ്ങിയോ? അവന് ഉണങ്ങാൻ പറക്കാൻ പറ്റുമോ? ഉണങ്ങിയിട്ട് പറക്കാം. അതേ കൊണ്ട് എടുത്താൽ മതി. ആ അത് മഴ പെയ്യണം, നമുക്ക് ഇങ്ങോട്ട് എടുത്തിടാം. മഴ പെയ്യുകയാണെങ്കിൽ എടുത്തിടാം. മഴ എത്തിയുണ്ടോ? ഇനി എടുത്തോണ്ട് വന്നിട്ട് നീട്ടി അങ്ങ് ഇട്ടാൽ മതി. ആ അവിടെ കിടന്ന് ഉണങ്ങിക്കോലോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉണങ്ങിക്കോലോ, അല്ലെങ്കിൽ അവിടെ കിടന്ന് അതെല്ലാം ചീത്തയാവും മഴ നനഞ്ഞ്. ഈ പ്ലാവ് ചക്കയില്ലേ? ഈ പ്രാവ് പറ്റിച്ചു തണു ചക്കയില്ല. ഉണ്ടോ? ഇല്ലെന്നാ കൂടുതലും കണ്ട് 5-6 ഉണ്ടായിട്ടുള്ളൂ. വായിക്കാൻ മന്നതുള്ളൂ, ഒന്നും ആയിട്ടില്ല. അവിടെയൊക്കെ എന്താ വിശേഷം? എവിടെ? നീ താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്നിടത്ത് പ്രത്യേക വിശേഷമൊന്നുമില്ല. അത് ആരുടെ വീട്ടിലാ? ഞാൻ ഉദരക്കട്ട എലിക്കുട്ടിയുടെ വീട്ടിലാണ്. ഉദരക്കട്ട എലിക്കുട്ടിയുടെ വീട്ടിലാന്നേ അവിടെ താമസിക്കുന്നത്. ആ അറിയോ? എൻ്റെ വീടെങ്കിലും എവിടെ വന്ന്? ആ എലിക്കുട്ടിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എലിക്കുട്ടിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നേ. എൻ്റെ വീട് ഇവിടെയായിരുന്നു. ആ എവിടെ? ഇവിടെയല്ലേ? ആ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇല്ല, ലോകത്തിൽ നിന്നും എൻ്റെ വീടില്ല. ആ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്, എലിക്കുട്ടിയുടെ വീട്ടിലാണ്. എലിക്കുട്ടിയുടെ കൂടെയാ. ഇവിടെയൊന്നും ഒന്ന് എന്നുവെച്ച് പോയിട്ട്. ആര്? നീ? ഞാനോ? ആ ഞാൻ എന്നും ഇവിടെയുണ്ട്. എന്താ? എന്നും ഇവിടെ ഉണ്ടെന്ന്. എന്താ? എന്നും ഇവിടെ ഉണ്ടെന്നേ, എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. ഉണ്ടായിരുന്നോ? ആ എനിക്കറിയത്തില്ല, ആരും ഇവിടെ വന്നില്ല. ആര് പറഞ്ഞു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരുത്ത. പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. ഒരു വല്ലാത്ത ഭാവം മാറ്റാം. എന്നാ പറ്റി? എന്നെയൊക്കെ ചെയ്യുന്നൊന്നും അറിയത്തില്ല. അന്തോ ഇല്ല എന്തോ. ഞാനേ ഏറ്റിരുന്നോ? കുളിച്ചായിരുന്നോ? കുളിക്കാൻ മേലാഞ്ഞോ മഴയ്ക്ക് മുമ്പ്? കൊച്ചു എവിടെയായിരുന്നു? ഇവിടെ ഇല്ലാഞ്ഞോ? നേഴ്സിങ്ങിന് പഠിക്കാൻ പോയിരിക്കുക. ആരാ? ബീന. ആ ബീന നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ ഞാൻ തുറന്നിട്ടൊക്കെ അച്ഛനുണ്ട്. വല്ലതൊക്കെ കയറി വന്ന് അറിയാം. ആരാ? ബീന. ആ ബീന ഇനി ഉടനെ ഒന്നും വരികയില്ലായിരിക്കും. അവള് നേഴ്സിങ്ങിന് പഠിക്കുക.
അവൾക്ക് അവധിയില്ലേ ഇപ്പം? അവധി കുറവാ. അവൾക്ക് അവധി കുറവാ. എന്നാ പറഞ്ഞേ? അവൾക്ക് അവധി കുറവാന്ന്. അവിടെ ഇനി അവധി കുറവാന്നേ, കുറവ്. അവധിയേ വിവീനയ്ക്ക് അവധി കുറവാന്ന്. വിനായിക്കോ വട്ടത്തിലാ? ആ, ഇനി അവധി പഴയ പോലെ കിട്ടിയല്ല. ആ, അതൊക്കെ അങ്ങനെയാ. ഒത്തിരി പഠിക്കാനുണ്ട്. ആരാ എന്നോട് പറഞ്ഞു അവധി കുറവാണ്? ആ, അവള് വിളിക്കുമ്പം പറഞ്ഞല്ലേ. അവള് വിളിക്കുമ്പം പറയുന്നതാ. പോയി കഴിഞ്ഞാണോ? പെണ്ണുങ്ങളൊക്കെ എന്ത്? പെണ്ണുങ്ങളൊക്കെ ഞങ്ങളുടെ പോയി. എവിടെ പോയി? ആ, ഇവിടെ കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. കുളിക്കാനാണേലും പോയാൽ അകലേക്ക് പോയാൽ. ആ, ഒന്ന് വിളിച്ചു നോക്കി എന്തൊക്കെ ഉണ്ടോന്ന്. വീരാണെങ്കിൽ നേഴ്സിങ്ങിന് പഠിക്കുക. അത് കാരണം ഇടയ്ക്ക് വരികയല്ല. അതടക്കണ്ട, അതിനകത്ത് ആളുണ്ട്. അതടക്കണ്ട, അതിനകത്ത് ആളുണ്ട്. എന്നാ അതിനകത്ത് ആളുണ്ടെന്നേ. എവിടെ? ആരാ ഉള്ളേ? ബാത്റൂമിൽ. ബാത്റൂമിൽ കുളിക്കുന്നുണ്ട്. കുളിക്കുന്നുണ്ടോ? ആ, ഇതിനകത്തോ? ആ. ഒച്ചയാക്കത്തില്ലേ? അവിടെയാ കുളിക്കാൻ. ആ, അതല്ലേ അവിടെയല്ലേ കുളിക്കാൻ. ആ, അതല്ലേ പറഞ്ഞേ. ഇവിടെ കുളി കഴിഞ്ഞ് അടിക്കണുണ്ട്. ആരാന്ന് അറിയത്തില്ല. അവളാണോ വേറെ ആണുങ്ങൾ വരുവാണോ? വേറെ ആണുങ്ങൾ ആരാ ഇവിടെയുള്ളേ? ഇവിടെയുള്ള 2 ആണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയുള്ള 2 ആണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. വേറെ ആണുങ്ങളൊന്നുമില്ല ഇവിടെ. ആണുങ്ങൾ 2 പേരും ഉള്ളവർ ഇവിടെ ഉണ്ടെന്നേ. ഒരാളവിടെ ഇല്ലേ? മുമ്പേ ഒരുമാതിരി ഒരു മഴയും പെയ്ത് പെട്ടെന്ന് കുറഞ്ഞു. എപ്പം? എപ്പം? എപ്പോഴാണ് മഴ പെയ്ത്? പകല് എപ്പം? വലിയ അറിഞ്ഞില്ല. ഇല്ല, ഞാനും കുറഞ്ഞില്ല. ഇവിടെ വെച്ചുണ്ടായി 2 മണിയായി. ആ, 2 മണിയായ സമയത്ത് ആ, പെട്ടെന്ന് തോരുകയും ചെയ്തു. പെട്ടെന്ന് ആഹാ, പോവുകയും ചെയ്തു. അത് കൊള്ളാലോ. നല്ല മഴയാണ്. എന്നിട്ട് ഇവിടെ എങ്ങും വെള്ളമില്ലല്ലോ. വഴിയൊന്നും നനഞ്ഞിട്ടില്ലല്ലോ. എന്നാ വഴിയിലും പറമ്പിലൊന്നും വെള്ളമില്ലല്ലോ ഒന്നും മഴ പെയ്തതിന്റെ. നനയാൻ മാത്രം വലിയ മഴ പെയ്തില്ലെന്നേ. ഇല്ലേ? ചെറുതായിട്ട് പെയ്തോ. ആ, ചെറുതായിട്ട് പെയ്തല്ലോ. ആ, എന്നിട്ട് കാണുന്നില്ല, വെള്ളമൊന്നും കാണുന്നില്ല. മാത്രം പേരാ വണ്ടിയെ പോകുന്നു. ആ, അല്ല വഴിയെ പിന്നെ ആൾക്കാർ പോകണ്ടേ? എവിടെ പോകുന്നു? അവരോരോ ജോലിക്ക് പോയിട്ട് വരുന്നവര്. പിള്ളേരൊക്കെ അല്ലേ പോയി. പിള്ളേരാരാ ഇവിടെ ഉള്ളത്? ഇവിടെ 2 പിള്ളേരല്ലേ ഉള്ളൂ. ഇവിടെ 2 പിള്ളേരല്ലേ ഉള്ളൂ. ഒന്നിവിടെ ഉണ്ട്. അവരെ കുളിക്കണ്ട. കുളിക്കേണ്ട ഉള്ളവരെ കുളിക്കാനൊക്കെ നല്ല ചൂടായിക്കോളും. അയ്യോ, ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. കുളിപ്പിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു പോയി. അവര് സ്വന്തമായിട്ട് കുളിച്ചോളും. തിരിഞ്ഞ് കിട്ടണില്ല. ആ, കുളിപ്പിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു പോയെന്നാ പറഞ്ഞത്. അത് നമ്മള് കുളിപ്പിക്കുന്നതാ. അവര് തന്നെ കുളിച്ചോളും. അത് തന്നെ കുളിച്ചാൽ നല്ലോണം തേച്ച് കുളിക്കുകയായിരുന്നു. അത് ശരിയായിരിക്കും. തേച്ച് കുളിക്കണം. അവർക്ക് അതുണ്ടെങ്കിൽ തേച്ച് കുളിക്കട്ടെ. വെള്ളം വേണമെന്നുള്ളവരെ തേച്ച് കുളിക്കട്ടെ. വെള്ളം ഒഴിച്ച് ഒന്നും കഴുകയില്ല. കുളിച്ചതാണോ ചോദിച്ചാ കുളിച്ചതാന്ന് പറയാം. അത്ര മാത്രം. ആടെ വേറൊരു കൊച്ചുമകള് വരുന്നു. ആരാ? അതാരാ? അതാരാ വരുന്നത്? ഒരു കൊച്ചാ. അതാരാ? നോക്കിക്കേ, സാബുമോന്റെ കൊച്ചാ. ചെന്ന് നോക്ക്. മിണ്ടിക്ക് മിണ്ട്. അതാരാ അത്? ചെല്ലേ. എവിടെ പോവാ? ഇങ്ങോട്ട് വന്നാണോ? അവക്ക് കൊടുക്കത്. ഇത് അവക്ക് കൊടുക്ക്. അവക്ക് കൊണ്ട കൊടുക്ക്. ഇങ്ങോട്ട് വന്നാണോ മോള്? വീട്ടിലോ? മോളിപ്പോ എവിടെ പോയതായിരുന്നു? ആ, സ്കൂള് വിട്ട് വന്നോ അല്ലേ? ആയിക്കോ. മോളെവിടെയാ പഠിക്കണേ? കോതനല്ലൂര്. മിണ്ടായിരിടാ. ഇവിടുത്തെ കൊച്ചാനൊക്കെ അറിയത്തില്ലേ? അവൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന. പഠിക്കാനൊക്കെ എളുപ്പമാണോ മോളെ? മോളിപ്പോ എത്രയില്ല?
എഴുതിച്ചാ എവിടെയാ നമ്മുടെ ഇവിടെ ബസ് ചേച്ചാണോ? അവള് ഡീപ്പോളി അല്ലേ? നസറത്തിൽ പഠിച്ചേ. നസറത്തിൽ ഇവിടെയാണോ? ഡീപ്പോളിലാ പഠിച്ചേ. ഡീപ്പോളില് ഏഹ് ഡീപ്പോളില് നസറത്തിൽ. ഇപ്പോളിലും ആ വെട്ടുകാട്ടിലില്ലേ? വെട്ടുകാട്ടില്. അവള് പോകട്ടെ, അവള് മടുത്ത് വന്നാ. അത് പോവാടെ പോ. ഉം? എങ്ങോട്ടാ പോടെയോ? ഏ എവിടെയാന്ന് അറിയത്തില്ല. പിന്നെ സാബുവിൻ്റെ അങ്ങോട്ടാണോ? പിന്നെ സാബുവിൻ്റെ മകള് സാബുവിൻ്റെ അങ്ങോട്ടല്ല പോണേ. സാബുവിൻ്റെ മകള് സാബുവിൻ്റെ അങ്ങോട്ടല്ല പോണേ. സാബുവിൻ്റെ മകള് പിന്നെ സാബുവിൻ്റെ അങ്ങോട്ടല്ല പോണേ. എങ്ങോട്ടാ? സാബുവിൻ്റെ വീട്ടിലോട്ടല്ല പോണേന്ന്. ആര്? സാബുവിൻ്റെ മകള്. അപ്പോൾ അവൾ ഇവിടെ ഈ കൊച്ചോ? ആ അത് സാബുവിൻ്റെ മകളെ അല്ലല്ലോ. അല്ലെന്ന് ആര് പറഞ്ഞു? വേറെ വേറെ ഒന്നുമല്ല. ഏഞ്ചിലാ. ഏ ഏഞ്ചില്